നമസ്കാരം. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റെങ്കിലും അതിന് പഴയ ശോഭയില്ലെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നത് ഇത്തവണത്തെ കണക്കുകൾ ഉയർത്തിക്കാട്ടിയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് നേട്ടമുണ്ടാക്കിയ ഇക്കുറി പലയിടത്തും BJPയുടെ കോട്ട കൊത്തളങ്ങളിൽ വിള്ളൽ വീണിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ അവർക്ക് പ്രതീക്ഷിച്ച ഒരു തിരിച്ചടി ഉണ്ടായ ഇടമാണ് ഉത്തർപ്രദേശ് എന്ന് പറയപ്പെടുന്നത്. സാക്ഷാൽ നരേന്ദ്രമോദിയും സ്റ്റാർ ക്യാമ്പയിനറും ഹിന്ദുത്വയുടെ മുഖവുമായിട്ടുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒരുമിച്ച് നിന്നിട്ടും UPയിൽ BJPക്ക് കാലിടറി എന്നുള്ളതാണ്. അവിടെ അഖിലേഷ് യാദവിൻ്റെ ബലത്തിൽ പ്രതിപക്ഷം വൻ നേട്ടമുണ്ടാക്കി എന്നുള്ളത് സത്യവുമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് കേവലം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും UPയിൽ പ്രതിപക്ഷത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ആശങ്ക പടർന്നു പിടിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുതികാൽ വെട്ടും കൂറുമാറലും പുത്തരിയല്ലാത്ത ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്ഷേ അഖിലേഷ് യാദവിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇതൊന്നുമല്ല, മറ്റൊന്നാണ്. UPയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ MPമാരിൽ 7ഓളം പേർ ക്രിമിനൽ കേസുകൾ നേരിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്കെതിരായിട്ടുള്ള കുറ്റങ്ങളാവട്ടെ 2 വർഷത്തിലധികം കാലയളവിൽ ജയിൽ ശിക്ഷ ലഭിക്കുവാൻ സാധ്യതയുള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്കെതിരായ കുറ്റത്തിൽ വിധിക്കുന്ന ശിക്ഷ 2 വർഷത്തിൽ കൂടുതൽ കാലയളവിലുള്ള അത്തരത്തിലുള്ള തടവാണെങ്കിൽ അയാളെ അയോഗ്യനായി പ്രഖ്യാപിക്കാം. ഈ വകുപ്പ് തന്നെയാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ നിലവിൽ UPയിൽ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിന് കാര്യമായിട്ടുള്ള കോട്ടം സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. പ്രതിപക്ഷ നിരയിലെ കരുത്തരായിട്ടുള്ള മത്സരാർത്ഥികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത അല്ലെങ്കിൽ കാര്യമെന്ന് പറയപ്പെടുന്നത്. ഗാസിപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അഫ്സൽ അൻസാരി ഇതിനകം തന്നെ ഗുണ്ടാക്ട് കേസിൽ 4 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇയാളുടെ ശിക്ഷ കഴിഞ്ഞ മാസം അലഹബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതോടെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും യോഗ്യനായി പ്രഖ്യാപിച്ചതും. ഈ കേസ് വീണ്ടും ജൂലൈയിൽ പരിഗണിക്കാനിരിക്കുന്നു. കോടതി ശിക്ഷ ശരിവെച്ചാൽ അൻസാരിയുടെ പാർലമെന്റ് അംഗത്വം നഷ്ടമാവുക തന്നെ ചെയ്യും. 1ാമത്തെ അടി ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നു. ഇനി അസംഗഡ് സീറ്റിൽ വിജയിച്ച ധർമ്മേന്ദ്ര യാദവിൻ്റെ പേരിലും 4 കേസുകൾ നിലവിലുണ്ട്. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അംഗത്വവും, അതായത് ഈ ലോക്സഭാ അംഗത്വവും നഷ്ടപ്പെട്ടേക്കാം. ജൗൻപൂർ സീറ്റിൽ വിജയിച്ച ബാബു സിംഗ് കുശ്വാഹ NRHM അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരെ ചുമത്തിയ 25 കേസുകളിൽ 8 എണ്ണത്തിലും കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൂടാതെ ഇനി പോയാൽ സുൽത്താൻപൂർ മണ്ഡലത്തിൽ BJPയുടെ മനേകാ ഗാന്ധിയെ തോൽപ്പിച്ച് വിജയിച്ച രാംഭുവൽ നിഷാദിനെതിരെ ഗുണ്ടാ നിയമപ്രകാരം അതുൾപ്പെടെ ഏകദേശം 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അദ്ദേഹവും ശിക്ഷിക്കപ്പെട്ടത് അംഗത്വം നഷ്ടപ്പെടുമെന്ന ഭീഷണി നേരിടുന്ന വ്യക്തികളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ചന്ദൌലി ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ നിന്ന് മുൻ മന്ത്രിയായിട്ടുള്ള മഹേന്ദ്ര സിംഗ് പാണ്ഡെയെ പരാജയപ്പെടുത്തിയ ഈ വീരേന്ദ്ര സിംഗും ക്രിമിനൽ കേസുകൾ നേരിടുന്ന മറ്റൊരു MP ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി സഹറൻപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിൻ്റെ ഇമ്രാൻ മസൂദിനെതിരെ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. EDയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളും ഇതിനോടൊപ്പം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി നാഗിന സംവരണ സീറ്റിൽ വിജയിച്ച ആസാദ് സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ചന്ദ്രശേഖർ ആസാദിനെതിരെ 30 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകൾ കൂടി അദ്ദേഹവും ഈ കേസുകളോടൊപ്പം 2 വർഷത്തിലധികം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനവും നഷ്ടമാവും എന്നുള്ള ഭീഷണി നേരിടുന്നുണ്ട് ഈ പറയുന്ന MPമാരെല്ലാം. നേരത്തെ ഇത്തരത്തിൽ കോടതി വിധികളിലൂടെ MP സ്ഥാനം നഷ്ടമായ ഒട്ടേറെ നേതാക്കൾ നമുക്ക് മുൻപിൽ ചരിത്രമായി നിൽപ്പുണ്ട്. ഇതുതന്നെയാണ് പ്രതിപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്ന ഘടകമെന്ന് പറയേണ്ടിയിരിക്കുന്നു. BJPയെ കുറ്റപ്പെടുത്തുമ്പോഴും ഉത്തർപ്രദേശിൽ അപ്രമാദിത്വം നഷ്ടപ്പെട്ടുവെന്ന് BJPക്കെതിരെ വലിയ വാദങ്ങൾ നിരത്തുമ്പോഴും ഞെട്ടിക്കുന്ന വിവരമാണിത്. 7 8 വരുന്ന MPമാരുടെ സ്ഥാനം നഷ്ടമാകുമെന്നുള്ളത്. അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ നേടിയെടുത്ത വിജയങ്ങളെല്ലാം വൃഥാവിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിക്കും. അതുകൊണ്ട് സമാജ്വാദി പാർട്ടിയിലും കോൺഗ്രസിലും അടക്കമുള്ള പല നേതാക്കന്മാരും അഴിയെണ്ണാൻ തയ്യാറാകുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJPയെ തകർത്തുവാരി മുന്നോട്ടെത്തി എന്ന് അഹങ്കരിക്കുന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും പതനം ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ നടന്നേക്കാം. ജൂലൈ മാസത്തിൽ വരുന്ന കേസുകളടക്കം കോടതി വിധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിധി ഇവർക്ക് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ MP സ്ഥാനങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ 7 8 പേർക്കായിരിക്കും. അങ്ങനെ 8ഓളം MPമാർ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടാൽ ഈ നേടിയെടുത്ത നേട്ടങ്ങളൊക്കെ വെറുതെയായി തീരും. അങ്ങനെ
ത്രിശങ്കു സ്വർഗത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അസ്വസ്ഥനാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം.